starting the program of unveiling the portrait of M.M. Matthew, sir. Now, before commencing, let's start with a prayer. I cordially invite Advocate Rashmi to come to the stage. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं कलिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा. Now I invite Advocate Nawaz, the Secretary of Ernakulam Bar Association, for addressing the welcome speech. കോവിഡിൻ്റെ ഈ നിറം മങ്ങിയ കാലഘട്ടത്തിൽ പോലും ഇത്രയും വലിയൊരു ജനാവലി ഇവിടെ എത്തിച്ചേർന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞ M.M. മാത്യു സാറിനുള്ള സ്നേഹവും കടപ്പാടും ഒന്നുകൊണ്ട് മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയും വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി യോഗത്തിൻ്റെ അധ്യക്ഷനും എറണാകുളം ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ അൻലസ് രാജ് സാറിനെ ഞാൻ ഈ വേദിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പ്രൗഢഗംഭീരമായി ചടങ്ങിനെത്തിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് അനു ശിവരാമൻ മേഡത്തിനും ഈ വേദിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുൻ ഹൈക്കോടതി ജഡ്ജി ലോകായുക്ത നമ്മുടെ ബാബു മാത്യു സാറിനും ഞാൻ ഈ വേദിയുടെ പേരിൽ വളരെ സ്നേഹത്തോടു കൂടി ആദരപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജനറൽ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണക്കുറുപ്പ് സാറിനും ഈ വേദിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. DGP നമ്മുടെ ഷാജി സാറിനും ഈ വേദിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന അഡീഷണൽ DGP ഗ്രേഷ്യസ് കുര്യാക്കോസ് സാറിനും ഞാൻ ഈ വേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന മാത്യു സാറിൻ്റെ മോൻ ജോയിക്കും ഞാൻ ഈ വേദിയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന മുതിർന്ന എറണാകുളം ബാർ അസോസിയേഷൻ്റെ എല്ലാമായ സീനിയർ അഭിഭാഷകർക്കും ഈ ചടങ്ങിലെത്തിയ മറ്റ് ജുഡീഷ്യൽ സ്റ്റാഫിനും പിന്നെ മാത്യു സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും ബാർ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരും പേരിലും വളരെ നന്ദിയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good evening, everyone. Honorable Mrs. Justice Anu Shivaraman, respected Advocate General Shri Gopalakrishnakurupu sir, Honorable Justice Babu Matthew P. Joseph, Honorable DGP and Senior Advocate Shri T.A. Shaji, Additional Advocate General Honorable respected Shri Gracious Kuryakos, Matthew Sir's Magan, Joyvin, former presidents of the Ernakulam Bar, my friends, my colleagues, brothers and sisters. This famous quote of
Thomas Campbell, a Scottish poet. His words were, "To live in hearts we leave behind is not to die. To live in hearts we leave behind is not to die." It's moments like this when the physical body may have gone, but the soul lives because we remember them, because they live in your hearts. They may leave their hearts, but they still live in our hearts. Matthew sir marichittu innale, I believe it's 10 years. So, after 10 years, he's still relevant to us. Matthew sir വേണ്ടി ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാൻ എറണാകുളം ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം നന്ദി. ടീനേജോട് ഇത് ചെയ്യണമെന്ന് നേരത്തെ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും വി വിൽ ബി ഓണർഡ് ടു ഹാവ് ഇന്ന് നമ്മൾ പറയുകയുണ്ടായി. Because the Ernakulam Bar Association has always honored its glorious, its industrious sons that you can see. Our former leaders have been honored, and therefore, sir, the wife would have. So, in continuation of that, we today have the privilege, honor to unveil the portrait of Sri M. M. Matthew. In continuation of what I first said, of to live in our hearts, I'm also reminded of this quote. We are nothing more than the sum of our memories and experience. Today we are here to honor and celebrate the life of Sri M. M. Matthew. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതിനാൽ ഞാൻ എൻ്റെ പ്രസിഡൻഷ്യൽ അവസാനിപ്പിക്കുന്നു. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നവർക്ക് not my function or not my duty as I'm happy you're all here. Thank you very much. Now I request Justice Anu Shivaraman, present High Court Justice, to unveil the portrait of M. Matthew sir. Now I request Justice Anu Shivaraman to deliver few words. Good evening, everybody. The program did not contain a speech by me. That is relieved as a matter of fact. However, now that I am standing in your midst, after unveiling the photograph of Advocate M. Matthew, I am pleased to say that this has indeed been an opportune moment. This is so apt that we have remembered one among us, and somebody who has left a mark in all our lives, in all our hearts. We know that he was always a happy, cheerful presence in our midst, and that is what I remember. When I unveiled this photograph and saw him, I remembered his ever-ready smile, his pleasant demeanor. I'm so glad I'm here to have unveiled this photograph today in this hall. Thank you very much for making me a part of this occasion. Thank you, Walter. I now request former High Court Justice Justice Babu Matthew P. Joseph for delivering the commemorative speech. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ അനിൽ എസ് രാജ്, ബഹുമാന്യയായ ചീഫ് ഗസ്റ്റ് ജസ്റ്റിസ്
അനു ശിവരാമൻ, ബഹുമാന്യരായ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, Director General of Prosecutions and State Public Prosecutor Shri T.A. Shaji, Advocate Shri Joywin Matthew, Shri V.E. Nawaz, Mrs. Denna Matthew, ശ്രീ M.M. മാത്യുവിൻ്റെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ, അഭിഭാഷക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അറിയുന്നത് പോലെ ശ്രീ M.M. മാത്യു എൻ്റെ അമ്മയുടെ ഇളയ സഹോദരന്മാരിൽ ഒരാളാണ്. എങ്കിലും സംസാരിക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹത്തിനെ സാധാരണ സംബോധന ചെയ്യാറുള്ള അച്ഛനെന്നോ അമ്മാവനെന്നോ ഒന്നും പറയാതെ മാത്യു എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സൗകര്യത്തിന് വേണ്ടി. ശ്രീ M.M. മാത്യു മാടമാക്കൽ അവര മാത്യുവിൻ്റെ മകൻ മാത്യു. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് 9 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 3-ാം തീയതിയാണ് 9 വർഷം കഴിഞ്ഞത്. 2012 ഒക്ടോബർ മാസം 3-ാം തീയതി വൈകിട്ട് 5 മണിക്ക് എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് അവിടെ ഒരു മുറിയിൽ തുറന്നിട്ട വാതിലിനരികിൽ കസേരയിൽ ഇരുന്നിരുന്ന ശ്രീ മാത്യുവിനെ കണ്ട് ആ മുറിക്കകത്തേക്ക് ആശുപത്രിയിലെ പ്രത്യേക കാരണങ്ങളാൽ കടക്കാതെ പുറത്ത് അടുത്ത് നിന്ന് കൈവീശി പിരിഞ്ഞതാണ്. രാത്രി ഏറെ വൈകിയ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ മറ്റൊരമ്മാവൻ ശ്രീ M.M. ലോറൻസ് വിളിച്ചു പറഞ്ഞു, ബാബു, മാത്തച്ഛൻ മരിച്ചുപോയി. ഞാനുടനെ കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. അദ്ദേഹവും അത് തന്നെ പറഞ്ഞു. അങ്ങനെ 9 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ പ്രധാനമായും 3 ഘടകങ്ങൾ ആണ് പരിശോധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു. വളരെ അറിയപ്പെടുന്ന ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. വളരെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായിരുന്നു. ആദ്യം തന്നെ ഒരു ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഉള്ള അദ്ദേഹത്തെ സ്മരിക്കട്ടെ. 1963 കാലഘട്ടം ശ്രീ മാത്യു BL കോഴ്സൊക്കെ പൂർത്തിയാക്കി നിൽക്കുന്ന കാലം. ആ 63 ഏപ്രിൽ മാസം 23-ാം തീയതി പെട്ടെന്ന് പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും സാഹിത്യകാരനും പത്രാധിപരും ഒക്കെ ആയിരുന്ന ശ്രീ മാത്യുവിൻ്റെ ജ്യേഷ്ഠൻ പ്രശസ്തനായ ഏബ്രഹാം മാടമാക്കൽ അന്തരിച്ചു. അദ്ദേഹം മാതൃഭൂമി പത്രാധിപ സമിതി അംഗമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഹൈക്കോടതിയുടെ പടിഞ്ഞാറ് ഭാഗം ആ റോഡ്, എബ്രഹാം മാടമാക്കൽ റോഡ്. കർണാടകയിലെ ബെല്ലാരിയിലും തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിലും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് എബ്രഹാം മാടമാക്കൽ. ചുരുക്കി പറഞ്ഞാൽ ജീവിതം മുഴുവനും രാജ്യത്തിന് സമർപ്പിച്ച മഹൽ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം നിര്യാതനായ ശേഷം മാതൃഭൂമിയുടെ അന്നത്തെ ഉടമസ്ഥൻ VM നായർ, മാധവിക്കുട്ടിയുടെ അച്ഛൻ, അദ്ദേഹം മാടമാക്കൽ കുടുംബത്തിന് ഒരു ഓഫർ കൊടുത്തു, ആർക്കെങ്കിലും മാതൃഭൂമിയിൽ ജോലി കൊടുക്കാമെന്ന്. അന്ന് BL കോഴ്സൊക്കെ പൂർത്തിയാക്കി നിൽക്കുന്ന മാത്യുവിന് ഒരു ജോലിയുടെ ആവശ്യവുമുണ്ടായിരുന്നു. അങ്ങനെയാണ് 63-ൽ കൊച്ചിയിൽ മാതൃഭൂമിയുടെ കറസ്പോണ്ടൻ്റായി അദ്ദേഹം പത്രാസമിതി അംഗമായി നിയമിതനാകുന്നത്. അങ്ങനെ നിയമിക്കപ്പെട്ട ശേഷം വളരെ പ്രശോഭിച്ച പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഒന്ന് ഞാൻ പറയും, ഒരു ഉദാഹരണം. 67-ൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ, കേന്ദ്രവും കേരളവും തമ്മിൽ രാഷ്ട്രീയ വ്യത്യാസം കൊണ്ട് പല തർക്കങ്ങളും നിലനിൽക്കുന്ന കാലം, വിശേഷിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒക്കെ തർക്കം നിലനിൽക്കുന്ന കാലം, EMS കേന്ദ്ര ഗവൺമെൻറ്റുമായി ഡൽഹിയിൽ പോയി ഫൈനാൻസും മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തിരിച്ചു വന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുന്നു. ശ്രീ മാത്യു ഈ വിവരം അറിഞ്ഞു. ആരോടും പറയാതെ മാത്യു നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു. EMSൻ്റെ പെർമിഷൻ വാങ്ങി അദ്ദേഹത്തെ കണ്ടു. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി സത്യസന്ധമായി EMS പറഞ്ഞു, ഇല്ല, കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നില്ല. പിറ്റേ ദിവസത്തെ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി, കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നില്ല, മുഖ്യമന്ത്രി EMS. ആ സ്കൂപ്പ് വാർത്ത മറ്റൊരു പത്രങ്ങളിലുമില്ല, ഈ മാതൃഭൂമിയിൽ മാത്രം. അത് ശ്രീ മാത്യുവിനെ വളരെ വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു അനുഭവമായിരുന്നു. പിന്നീടൊരു കാര്യം പറയാം. അന്ന് മാതൃഭൂമി കേരളത്തിലെ അന്നും ഇന്നും എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല വാരിക മാതൃഭൂമിയാണ്. ആ മാതൃഭൂമിയുടെ പത്രാധിപർ MT വാസുദേവൻ നായരായിരുന്നു. MT കോഴിക്കോട് നിന്ന് മാത്യുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് എന്തുകൊണ്ടും ആരാധ്യനായ ആദരണീയനായ ഒരു സഭാമേലധ്യക്ഷനായി വിളങ്ങിയിരുന്ന എറണാകുളം അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന അന്തരിച്ചു പോയ ഡോക്ടർ ജോസഫ് പാറേക്കാട്ടിൽ, കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ, അദ്ദേഹത്തെക്കുറിച്ച് മാത്യു ഒരു ലേഖനം എഴുതണം, മാതൃഭൂമിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ കർദിനാൾ പാറേക്കാട്ടിലുമായി ബന്ധപ്പെട്ടു, ഇൻ്റർവ്യൂ നടത്തി, ഒന്നാന്തരം ഒരു ലേഖനം മാതൃഭൂമി വീക്കിലിയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗം വളരെ പ്രശോഭിതമായിരുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്ന്, തൊഴിലാളി യൂണിയൻ നേതാവ്. അദ്ദേഹം പ്രധാനമായും 3 യൂണിയനുകൾക്കാണ് പ്രസിഡൻ്റ് എന്ന നിലയിൽ നേതൃത്വം വഹിച്ചത്. ഒന്ന്, എറണാകുളം പെട്ടിക്കട ഓണേഴ്സ് അസോസിയേഷൻ. ഇപ്പോൾ പെട്ടിക്കട എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടത്ര അതേക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. എന്നാൽ 40-45 വർഷം മുമ്പ് എറണാകുളം പെട്ടിക്കട ധാരാളമുള്ള നഗരമായിരുന്നു. അത് കൊച്ചി മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പിന്നീട് കോർപ്പറേഷനിൽ നിന്നോ അനുവാദം കിട്ടിയവയുമുണ്ട്, കിട്ടാത്തവയുമുണ്ട്. നാഷണൽ ഹൈവേയുടെ വശങ്ങളിൽ സ്ഥാപിച്ചവയുണ്ട്, PW റോഡിൻ്റെ വശങ്ങളിൽ സ്ഥാപിച്ചവയുണ്ട്. അവയെല്ലാം ഒഴിപ്പിക്കാനും അതുപോലുള്ള ശ്രമങ്ങളൊക്കെ നടന്നപ്പോൾ
വലിയ സമരങ്ങളും പെട്ടിക്കട ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സമരം നടക്കുന്ന ഘട്ടത്തിൽ കൊച്ചി കോർപ്പറേഷൻ്റെ മുൻഭാഗത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാടമാക്കൽ മാത്യു സാർ പെട്ടിക്കടയുടെ നേതാവെങ്കിൽ സമരം ഞങ്ങൾ വിജയിപ്പിക്കും, സമരം ഞങ്ങൾ വിജയിപ്പിക്കും എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പെട്ടിക്കടക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യും, കോടതിയിൽ കേസ് വരും. അവരെയെല്ലാം പോലീസിനെ കൊണ്ട് തൊടിയിക്കാനോ അല്ലെങ്കിൽ കോടതിയിൽ ശിക്ഷിക്കപ്പെടാനോ ഒന്നും ഇടവരാതെ കാത്തു സൂക്ഷിക്കുന്ന പ്രഗത്ഭമായ നേതൃത്വമായിരുന്നു ശ്രീ മാത്യുവിൻ്റേത്. മറ്റൊന്ന്, കൊച്ചിൻ സിറ്റി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യത്തെ ഏറ്റവും വലിയ ഓട്ടോറിക്ഷ മേഖലയിലെ യൂണിയനാണത്. ആ യൂണിയൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഓട്ടോറിക്ഷക്കാർക്കെതിരായിട്ടുള്ള പരാതി, പോലീസിൻ്റെ അറസ്റ്റ്, കോടതി കേസ്, ഇവയിലെല്ലാം ഓട്ടോറിക്ഷ തൊഴിലാളികളെ രക്ഷിക്കുന്ന നല്ലൊരു നേതാവായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ അർഹിക്കുന്ന സേവനം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളും ശക്തമായി അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. എന്നോട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരുപാട് കേസുകളൊക്കെ ഉള്ളപ്പോൾ എന്നോട് പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കേസിലെങ്കിലും ഞാൻ ഒറ്റ കാര്യത്തിലെങ്കിലും പോലീസിൻ്റെ കൈവയ്ക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഒരാളെയെങ്കിലും കോടതി ശിക്ഷിക്കാൻ ഞാൻ ഇടയാക്കിയിട്ടില്ല. ഒരാളെ മറ്റോ ശിക്ഷിച്ചു, അപ്പീൽ കൊടുത്തത് റദ്ദാക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, അടുത്ത ഏറ്റവും പ്രധാന യൂണിയൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയനാണ്. ഷിപ്പ്യാർഡിൻ്റെ ഏതാണ്ട് ആരംഭകാലം മുതൽ ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള ഒരു മിലിറ്റൻ്റായിട്ടുള്ള ശക്തിയുള്ള ഒരു യൂണിയനായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയൻ, CITU നേതൃത്വത്തിലുള്ള യൂണിയൻ. ആ യൂണിയൻ്റെ സമരങ്ങളെക്കുറിച്ച് കൊച്ചി നഗരത്തിലുള്ള ആളുകൾക്ക് ധാരാളം അറിയാം. ആ കൂട്ടത്തിൽ ഞാൻ സ്മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ അസംഘടിത മേഖലയിൽ വീക്കിലി ഓഫ് വിത്ത് വേജസ്, ശമ്പളത്തോടു കൂടിയുള്ള ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധി, അത് ഫാക്ടറി തൊഴിലാളികൾക്കും സർക്കാർ ജീവനക്കാർക്കും സംഘടിത മേഖലയിലുള്ള മറ്റുള്ളവർക്കും ഒക്കെ ലഭിക്കുന്നുണ്ട്. അസംഘടിതരായ കൂലിപ്പണിക്കാരായ ഈ ഷിപ്പ്യാർഡിലെ വർക്കേഴ്സ് യൂണിയനിലെ അംഗങ്ങളെപ്പോലെ കെട്ടിട നിർമ്മാണം, റോഡ് നിർമ്മാണം, മറ്റു പല സാധാരണ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും അവകാശമുണ്ടായില്ല. ശ്രീ മാത്യുവിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, പലരിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അതായത് എതിർഭാഗത്ത് നിൽക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനാണെങ്കിൽ, എതിർഭാഗത്ത് നിൽക്കുന്നത് പോലീസ് കമ്മീഷണറോ പോലീസ് അധികാരികളോ ആണെങ്കിൽ, എതിർഭാഗത്ത് നിൽക്കുന്നത് കളക്ടറോ മറ്റുന്നത ഉദ്യോഗസ്ഥരോ ആണെങ്കിൽ, പലരും അവരുമായി സംഘർഷത്തിലും സംഘട്ടനത്തിലും വിരോധത്തിലും ഏർപ്പെടും. മറിച്ച് മാത്യുവിൻ്റെ സ്ഥിതി അതായിരുന്നില്ല. അവരെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരുമായി തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി ന്യായമായ സംഘർഷത്തിനും സമരത്തിനും മുതിരുമ്പോൾ തന്നെ ഷിപ്പ്യാർഡ് ചെയർമാൻ ശ്രീ മാത്യുവിൻ്റെ അടുത്ത സുഹൃത്തായിരിക്കും. അതിലൊരു കഥ ഞാൻ പറയാം. അപ്രകാരം അസംഘടിത മേഖലയിൽ ആനുകൂല്യമില്ലാതെ വിഷമിക്കുന്നൊരു ഘട്ടത്തിലാണ് ഒരു ഡിമാൻഡ് സംബന്ധിച്ച, വർക്കേഴ്സ് യൂണിയൻ്റെ ഡിമാൻഡ് സംബന്ധിച്ച ഒരു ചർച്ച. അത് ചെറിയൊരു യൂണിയൻ AITUSയുടെ ഉണ്ട്. അതിൻ്റെ പ്രതിനിധിയായി പ്രസിദ്ധനായ അഭിഭാഷകൻ P. ബാലഗംഗാധര മേനോനും അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ മാത്യുവിൻ്റെ യൂണിയൻ താല്പര്യം തന്നെ വെച്ചിട്ട് താരാപൂർ മദ്രാസിൽ നിന്ന് നേരിട്ട് വന്നിട്ടുണ്ട്. താരാപൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ കോൺട്രാക്ടർ. താരാപൂർ മാത്യുവിനോട് വലിയ ഇഷ്ടമായിരുന്നു. മാത്യു ഷിപ്പ്യാർഡ് യൂണിയൻ തർക്കങ്ങളിലൊക്കെ ഈ താരാപൂരിൻ്റെ കമ്പനിയൊക്കെ മുട്ടുകുത്തിക്കുമെങ്കിലും വ്യക്തിപരമായി മാത്യുവിനോട് മരണം വരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ താരാപൂർ നേരിട്ട് പങ്കെടുക്കുന്ന യൂണിയൻ ചർച്ച, ആ ചർച്ച വന്നപ്പോൾ ചർച്ച തുടങ്ങുന്നതിന് 2 ഉപാധികളുണ്ട്. യൂണിയൻ്റെ നേതാവൊന്നുമല്ല P. ബാലഗംഗാധര മേനോൻ, അദ്ദേഹത്തെ
ഈ യോഗത്തിൽ പങ്കെടുത്താൽ ഞങ്ങൾ ഈ മേജർ യൂണിയൻ്റെ നേതൃത്വം പങ്കെടുക്കില്ല. താരാപ്പൂർ ബാലഗംഗാധര മേനോനുമായി ചർച്ചയ്ക്ക് മുതിരില്ല എന്ന് എഗ്രി ചെയ്തു. 2, എനിക്കൊരു പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട് താരാപ്പൂരിൻ്റെ അടുത്ത്. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. 7 ദിവസത്തിൽ 6 ദിവസം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം ജോലിയില്ലാതെ വേതനം കൊടുക്കാൻ താരാപ്പൂർ കമ്പനി തയ്യാറാവണമെന്ന ഡിമാൻഡ് അദ്ദേഹം ഉന്നയിച്ചു. പെട്ടെന്ന് തന്നെ മാത്യുവിനോടുള്ള ഇഷ്ടം കൊണ്ട് പെട്ടെന്ന് തന്നെ എഗ്രീഡ് എന്ന് താരാപ്പൂർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ, കേരളത്തിൽ മാത്രമല്ല, ആദ്യമായാണ് അസംഘടിത മേഖലയിൽ വീക്കിലി ഓഫ് വിത്ത് വേജസ്, അത് ശ്രീ MM മാത്യുവിൻ്റെ അസംഘടിത മേഖലയിലുള്ള ലക്ഷക്കണക്കായ കോടിക്കണക്കായ തൊഴിലാളികൾക്കുള്ള സമ്മാനമായി കണക്കാക്കാം ഉറപ്പായും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ കാലത്തുണ്ടായ അനുഭവം. അടിയന്തരാവസ്ഥ 1975 ജൂൺ മാസം ഇന്ത്യയൊട്ടാകെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മൗലികാവകാശങ്ങൾ മരവിക്കപ്പെട്ടു. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള, അന്നത് എറണാകുളം ജില്ലാ കളക്ട്രേറ്റാണ്, വടക്ക് ഭാഗം താലൂക്ക് ഓഫീസുമാണ്. ആ കളക്ട്രേറ്റിൽ ഒരു കോൺഫറൻസ് ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെയും പോലീസ് മേധാവികളുടെയൊക്കെ പ്രതിനിധികളടങ്ങുന്ന ഒരു മീറ്റിംഗ്, അന്ന് DIG ആയിരുന്ന കുമാരസ്വാമിയും മറ്റും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ശ്രീ മാത്യു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മൗലികാവകാശങ്ങളും ഭരണഘടനാ അവകാശങ്ങളും ട്രേഡ് യൂണിയൻ അവകാശങ്ങളും നിഹനിച്ച് തൊഴിൽ സമരങ്ങളെ ചവിട്ടിമെതിക്കാനും അവകാശങ്ങൾ ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ശക്തമായി നേരിടുമെന്ന് ആ യോഗത്തിൽ പ്രസംഗിച്ചു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. അതിന് നിർദ്ദേശം കൊടുത്തത് DIG കുമാരസ്വാമിയാണ്. ഏറെ വൈകിയില്ല, വീട്ടുതടങ്കൽ മാറ്റി ശ്രീ MM ലോറൻസിനെയും ശ്രീ KN രവീന്ദ്രനാഥിനെയും MM മാത്യുവിനെയും ഒറ്റ ദിവസം ജയിലിലേക്ക്, വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 17 മാസക്കാലത്തോളം അദ്ദേഹം വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ശബ്ദിച്ചു എന്ന കാരണം കൊണ്ട് ജയിൽവാസം 17 മാസം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ അനുഭവവും അക്കാലത്തുണ്ടായി. അഭിഭാഷകൻ എന്ന നിലയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രദേശം ഞാൻ 1970 മുതൽ ഏതാണ്ട് ഈ കോടതികളിൽ വന്ന് പല വട്ടം പല കാര്യങ്ങൾക്കായി, അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങൾക്ക്, എൻ്റെ കാര്യങ്ങൾക്ക്, അങ്ങനെ പല കാര്യങ്ങൾക്കായി നിരവധി തവണ ഞാൻ ശ്രീ മാത്യുവിനെ ഈ കോടതിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ശ്രീ മാത്യു പത്രപ്രവർത്തനം അവസാനിപ്പിച്ച് വക്കീലായി, അഭിഭാഷകനായി എൻറോൾ ചെയ്തത് 1969 നിന്നാണ് ഞാൻ ഓർക്കണേ. എൻറോൾ ചെയ്ത് അദ്ദേഹം ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത് ഇവിടെ പഴയ ലായം റോഡ്, ഇന്ന് ജസ്റ്റിസ് തോട്ടേക്കാട്ടിൽ T ചന്ദ്രശേഖര മേനോൻ റോഡെന്നറിയപ്പെടുന്ന ആ റോഡിൽ നടുഭാഗത്ത് കിഴക്ക് ഭാഗത്തായി LG പോറ്റി എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ ഓഫീസുണ്ട്. അതിൻ്റെ തൊട്ട് തെക്ക് വശം അന്ന് UNIയുടെ ഓഫീസും ഉണ്ടായിരുന്നു. ആ ഓഫീസിൽ ജോയിൻ ചെയ്തു. ആ ഓഫീസിൽ രാവിലെ ഒരു 9:45 മണിയായാൽ ഒരു ജാഥയ്ക്കുള്ള ആളുകളുണ്ടാവും. LG പോറ്റി സാറിനെ കാണാൻ വേണ്ടിയല്ല, അതിൽ മഹാഭൂരിപക്ഷം പേരും അഡ്വക്കേറ്റ് MM മാത്യുവിനെ കാണാനാണ് വരുന്നത്. അന്ന് 70 ഈ ലാൻഡ് റിഫോംസ് ആക്ട് നടപ്പായ ഘട്ടമാണ്. ലാൻഡ് റിഫോംസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് കുടി ഒഴിപ്പിക്കൽ, തെങ്ങ് കയറ്റം തടയൽ, തെങ്ങ് കയറൽ എന്നൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഒരുപാട് ആയിരക്കണക്കിന് കേസുകളാണ്. ഇതിൽ നല്ലൊരു പങ്ക് കേസ് ഈ മജിസ്ട്രേറ്റ് കോടതികളിൽ 3 മജിസ്ട്രേറ്റ് കോടതിയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുമുണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത് ശ്രീ MM മാത്യു ആയിരുന്നു. ആ കാലത്ത് എറണാകുളം കോടതികളിൽ ഈ
മാജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള അഭിഭാഷകൻ ശ്രീ മാത്യു ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ വലിയ മഹാരഥന്മാരായ എത്ര പേരെ ഞാനിവിടെ കണ്ടിരിക്കുന്നു. MK നാരായണ മേനോൻ, അദ്ദേഹത്തിൻ്റെ ചിത്രം ഞാനിവിടെ കണ്ടില്ല. തീർച്ചയായും ഉണ്ടാവേണ്ട ഒരു പേരാണ് MK നാരായണ മേനോൻ. M കുമാരൻ, സിവിൽ ലോയുടെ അതോറിറ്റി M കുമാരൻ. അങ്ങനെ തുടങ്ങി എത്രയോ മഹാന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. TV പ്രഭാകരൻ, CK അരവിന്ദാക്ഷ മേനോൻ, TP കൃഷ്ണൻ നായർ, നമ്മുടെ PB അശോകൻ്റെയും മറ്റും സീനിയർ TP കൃഷ്ണൻ നായർ, നമ്മുടെ മെർലോയുടെ പിതാവ് ജയ്ക്കബ് പള്ളത്ത് എന്ന് തുടങ്ങി മേരി ഡയസ്, KV അഗസ്റ്റിൻ, PP പ്രതാപൻ, അങ്ങനെ തുടങ്ങി എത്രയോ വക്കീലന്മാരാണ് ഇവിടെ വരുമ്പോൾ ഞാൻ കാണുന്നത്. ഈ ഇവിടെയുള്ള ജില്ലാ കോടതി, മജിസ്ട്രേറ്റ് കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ആ കൂട്ടത്തിൽ അന്ന് 75-76 വർഷക്കാലത്ത് ഇവിടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിരുന്ന ഒരു മഹതി ഉണ്ടായിരുന്നു. അവരിപ്പോൾ 93 വയസ്സായി. അവർ ഇപ്പോഴും ആക്റ്റീവായി ജീവിച്ചിരിക്കുന്നുണ്ട്. ശ്രീമതി എലിസബത്ത് മത്തായി ഇടിക്കുള. അവർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി ആ കോടതിയിലിരിക്കുന്ന കാഴ്ച അത് കാണേണ്ടതാണ്. അത്ര യോഗ്യതയായി, അത്ര ഡിസിപ്ലിൻഡായി, അന്തസ്സായി ആ കോടതിയിലിരുന്ന ശ്രീമതി എലിസബത്ത് മത്തായി ഇടിക്കുളയെ കൂടി ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അദ്ദേഹം ഇവിടുത്തെ പ്രാക്ടീസ് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം അദ്ദേഹം നടത്തിയിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ഹൈക്കോർട്ടിലേക്ക് മാറ്റി. ഹൈക്കോർട്ടിൽ അദ്ദേഹം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി, ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസായി, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസായി, അങ്ങനെ പല പദവികൾ അദ്ദേഹം ഹൈക്കോടതിയിൽ അഭിഭാഷകൻ എന്നതിൽ വഹിക്കുകയുണ്ടായി. പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഷാജിക്കും മറ്റും അതറിയാൻ പറ്റും. അദ്ദേഹം ബെയിൽ കിട്ടേണ്ട ഒരു കേസാണെങ്കിൽ, ജാമ്യം കിട്ടേണ്ട കേസാണെങ്കിൽ അദ്ദേഹം പോലീസിൻ്റെ അഭിപ്രായമൊന്നും നോക്കില്ല. ബെയിൽ മേ ബി ഗ്രാൻഡഡ് എന്ന് പറയും. ദിസ് ഈസ് സച്ച് എ കേസ് ഇൻ വിച്ച് ബെയിൽ ക്യാൻ ബി ഗ്രാൻഡഡ്. അപ്പോൾ ചിലപ്പോൾ ചില കോടതികൾ ചോദിക്കും, ക്യാൻ ഐ റെക്കോർഡ് ഓൾ യുവർ സബ്മിഷൻസ്? യെസ് മിലോഡ്, all my submissions may be recorded. For that purpose only I am making my submissions. ചിലർ പറയും, ചില പ്രോസിക്യൂട്ടർമാരൊക്കെ ബെയിൽ കൊടുത്തോളൂ, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് അപ്പിയർ ദാറ്റ് ഐ ഹാവ് കൺസീഡഡ്. ആ പണിയില്ല മിസ്റ്റർ മാത്യുവിന്. ബെയിൽ കൊടുക്കാവുന്നതാണ്, ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറയും. മാത്രമല്ല, ഇപ്പോൾ അഭിഭാഷകരായിട്ടുള്ള ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് കേസുകൾ അറിയാം. അവർക്കെന്തെങ്കിലും വ്യക്തിപരമായ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടോ പോലീസുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ കൈയയഞ്ഞ് തൻ്റെ പൊസിഷൻ ഉപയോഗിച്ച് സാങ്കേതികത്വം ഒന്നും നോക്കാതെ കൈയയഞ്ഞ് സഹായിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. മറ്റൊരിക്കൽ എന്തെന്നാ കോടതിയിലൊരു ഡിസ്കഷൻ വന്നു, ഈ പ്രോസിക്യൂട്ടർമാരുടെ റോൾ എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞു, പ്രോസിക്യൂട്ടേഴ്സ് ആർ ministers of justice, not the mouthpiece of the government or not the mouthpiece of the police. They are ministers of justice and that is the concept of United Kingdom. അദ്ദേഹം ഹൈക്കോർട്ടിൽ വാദിച്ചതാണ്. നീതി ന്യായം നടപ്പാകുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട പദവിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പദവിയെന്ന് തൻ്റെ ഇടത്തോടെ ഹൈക്കോടതിയിൽ വാദിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരായി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു ഡോക്ടറുടെ ഭാര്യയെ മറ്റോണ്, ജാമ്യം കിട്ടേണ്ടതാണ്, ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുപ്പിക്കാൻ പാടില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ജാമ്യം കൊടുക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞു. അത് വെച്ച് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ഈ സർക്കിൾ ഇൻസ്പെക്ടർ DGPക്ക് പരാതി കൊടുത്തു. ഇങ്ങനെ പ്രോസിക്യൂട്ടർ കൺസീഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും പരസ്യമായി കൺസീഡ് ചെയ്ത് പ്രതിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു. ഉടനെ DGP ഒരു കത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത് പോലെ ആ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന കത്ത് കിട്ടിയപ്പോൾ
ആരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് DGPയെ പഠിപ്പിക്കുന്ന മറുകത്ത് അദ്ദേഹം കൊടുത്തു. ഈ പറയുന്ന പ്രോസിക്യൂട്ടർ ഇൻഡിപെൻഡൻ്റായിട്ട് തീരുമാനമെടുക്കുന്ന മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് ആണെന്നും പോലീസിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ വക്കാലത്ത് ഏറ്റ് മൗത്ത് പീസായി പ്രവർത്തിക്കേണ്ടവരല്ല. ഞാനെടുത്ത തീരുമാനം പ്രോസിക്യൂട്ടറുടെ അവകാശവും അധികാരവും ഉപയോഗിച്ചെടുത്തതാണ്. എനിക്ക് എതിരായി ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് മറുപടി കൊടുത്തു. അത്തരത്തിലുള്ള തൻ്റെ ഇടമൊക്കെ അദ്ദേഹം കാണിക്കുമായിരുന്നു. വളരെ കുശാഗ്ര ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്. ഒരു ഉദാഹരണം പറയാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെ വളരെ ഗുരുതരമായ സമരം രംഗം. ആയിരക്കണക്കിന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഷിപ്പ്യാർഡിനെതിരായി സമരം ചെയ്യുന്നു, മാനേജ്മെൻറ്റിനെതിരായിട്ട്. അപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രോഗ്രാം അന്ന് ഗവർണർ ജ്യോതി വെങ്കടാചലമാണ്. ജ്യോതി വെങ്കടാചലം ഷിപ്പ്യാർഡ് സന്ദർശിക്കുന്നു. ഈ ശ്രീധരനാണോ മറ്റാരെങ്കിലും ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് ഷിപ്പ്യാർഡ് ചെയർമാൻ. ഷിപ്പ്യാർഡ് വിഷമത്തിലായി. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഭേരി ആയി ഭയങ്കരമായ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടം. ഗവർണർ, ഈ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗവർണറെ എങ്ങനെ ഇവിടെ സ്വീകരിച്ചാനയിക്കും, വിഷമിച്ചു. അദ്ദേഹം ചെയർമാൻ ശ്രീ മാത്യുവിനെ വിളിച്ചു. സമരം വേറെ കാര്യം മിസ്റ്റർ മാത്യുവിൻ്റെ ഡിമാൻഡൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് ഗവർണർ സന്ദർശിക്കുന്നു. ആ ഗവർണറുടെ സന്ദർശനത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാത്യു ചെയ്യണം. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയിട്ട് ഈ ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയൻ്റെ പൊതുയോഗം വിളിച്ചു. ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സമരത്തെക്കുറിച്ച് ആലോചിക്കാനും ഗവർണറുടെ സന്ദർശനത്തെക്കുറിച്ച് ആലോചിക്കുവാനാണ് ഈ മീറ്റിംഗ്. ഗവർണർ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഗവർണറെ ബഹുമാനിക്കില്ല. അദ്ദേഹം ഒരു വിദ്യ പ്രയോഗിച്ചു. സത്യത്തിൽ ഗവർണർ വരുമ്പോൾ നമ്മളെല്ലാം ഗേറ്റ് മുതൽ റോഡ് അറ്റം വരെ രണ്ട് വശത്തും ഇരിക്കും. ഗവർണർ നമ്മളെ ആദരിക്കില്ല, എഴുന്നേക്കില്ല. ഗവർണർ പോകുന്നത് വരെ റോഡിൻ്റെ ഇരുവശത്തും ഇരിക്കും. അത്തരത്തിലൊരു പ്രതിഷേധ രൂപത്തിലേക്ക് അന്നത്തെ ദിവസത്തെ സമരം മാറ്റാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അത് ജനറൽ ബോഡി അംഗീകരിച്ചു. ഗവർണർ സുന്ദരമായി വന്ന് മടങ്ങിപ്പോയി. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഞാൻ കൂടുതൽ സമയമെടുത്ത് ചുരുക്കാം. മറ്റൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം. പോഞ്ഞിക്കരയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഇപ്പോൾ ബോൾഗാട്ടി എന്നാണ് പറയുന്ന പല ആളുകളും. അതിൻ്റെ യഥാർത്ഥ പേര് പോഞ്ഞിക്കര എന്നാണ്. ആ പോഞ്ഞിക്കര പള്ളിയിൽ ഈ യുവാക്കളുടെ ഒരു സംഘടനയുണ്ട്. 19 വയസ്സൊക്കെ ആളിലൊക്കെ ഉണ്ട്. അവിടെ ജോൺ മേസരി എന്ന് പേരുള്ള കൊച്ചിൻ പോർട്ടിൽ മേസരയ്ക്കായിരുന്ന അദ്ദേഹം ഒരു പ്രമാണിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. നമ്മുടെ അന്തരിച്ചു പോയ പ്രിയ സ്നേഹിതൻ ശ്രീ KJ ഇറാനിമോസ്, ലോ കോളേജ് ലൈബ്രറിയനൊക്കെ ആയിരുന്ന ശ്രീ ഇറാനിമോസൊക്കെ അംഗങ്ങളാണ്. ശ്രീ മാത്യുവും അംഗമാണ്. പക്ഷെ മാത്യുവും കൂട്ടരും ഇടതുപക്ഷ ചായവുള്ളവരാണ്. പള്ളിയിൽ എപ്പോഴും അക്കാലത്ത് ഈ കോൺഗ്രസ്സിന് അനുകൂലമായി ചായവുള്ളവരാണ് ഭൂരിഭാഗവും. അപ്പോൾ ഇറാനിമോസും കൂട്ടരും ഇവർ സുഹൃത്തുക്കളാണെങ്കിലും ഇറാനിമോസും കൂട്ടരും മാത്യുവിനെയും കൂട്ടുകാരെയും ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഭൂരിപക്ഷം അവർക്കുണ്ട്, മൃഗീയമായ ഭൂരിപക്ഷം അവർക്കുണ്ട്. പുറത്താക്കാം, പ്രമേയം പാസ്സാക്കി അത് അംഗീകരിച്ചാൽ പുറത്താണ്. മാത്യു ആലോചിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. യോഗം ചേർന്നു ഞായറാഴ്ച രാവിലെ. യോഗത്തിൽ ഇറാനിമോസും കൂട്ടരും പ്രമേയം അവതരിപ്പിച്ചു ഇവരെ പുറത്താക്കാൻ. പ്രമേയം അവതരിപ്പിച്ച ഉടനെ ഏതായാലും ഈ പ്രമേയ അവതരണത്തെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ജോൺ മേസരി അധ്യക്ഷനാണ്. ഈ സംഘടനയുടെ അധ്യക്ഷൻ ശ്രീ ജോൺ മേസരിയാണ്. അദ്ദേഹത്തിന് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹത്തോടൊരു വാക്ക് ചോദിച്ചിട്ടാണോ ഈ പ്രമേയം ഈ യോഗത്തിൽ അവതരിപ്പിച്ചത്? അപ്രകാരം അധ്യക്ഷൻ്റെ അനുവാദം ചോദിക്കാതെ, അധ്യക്ഷനെ മാനിക്കാതെ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന അന്തസ്സുള്ള ആളല്ല ശ്രീ ജോൺ മേസരി. അതുകൊണ്ട് അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഈ പ്രമേയത്തെ തള്ളിക്കളയണം പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഒരൊറ്റ തള്ളാണ് പ്രസിഡന്റ്. അത്തരത്തിൽ ബുദ്ധി പ്രയോഗിക്കാനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ എനിക്ക് പറയാൻ കഴിയും.
അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വാധീനം, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ എത്ര വാക്കുകൾ പഠിച്ചിരിക്കുന്നു, എത്ര ഗ്രമാറ്റിക്കൽ യൂസേജ് പഠിച്ചിരിക്കുന്നു, നല്ല പ്രിപ്പോസിഷനൊക്കെ പഠിച്ചിരിക്കുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും പറയുമ്പോഴും നല്ല ഭാഷയിൽ എഴുതുകയും പറയുകയും ചെയ്യുന്നയാളായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നയാളായിരുന്നു. രത്നസിംഗ്, ഒരു രഹസ്യം പറഞ്ഞു തരാം, അഡ്വക്കേറ്റ് ജനറലായിരുന്ന, മാന്യതയുടെ പര്യായമായിരുന്ന ശ്രീ രത്നസിംഗ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഹൈക്കോടതിയിൽ നടക്കുന്ന റഫറൻസ് ഭംഗിയായ പ്രസംഗങ്ങളിൽ മഹാഭൂരിപക്ഷവും എഴുതിയിട്ടുള്ളത് ഈ രത്നസിംഗിൻ്റെ പ്രസംഗം. രത്നസിംഗ് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷേ മാത്യുവിൻ്റെ ഇംഗ്ലീഷ് വളരെ മെച്ചപ്പെട്ട നല്ല ഭാഷയാണ് എന്നതുകൊണ്ട് അദ്ദേഹം പ്രസംഗം രഹസ്യമായി എഴുതിച്ചിരുന്നത് ശ്രീ എം എം മാത്യുവിനെ കൊണ്ടാണ്. അത് മാത്യു പറഞ്ഞു മാത്രമല്ല, രത്നസിംഗ് പറഞ്ഞും കോഴിക്കോട് വെച്ച് പറഞ്ഞും എനിക്കറിയാം. അത്തരത്തിൽ ഭാഷയൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന, ഇംഗ്ലീഷ് ക്ലാസിക്കൊക്കെ ധാരാളമായി വായിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. വളരെ വിജയകരമായ ജീവിതമായിരുന്നു. 76 വയസ്സുവരെ ജീവിച്ച അകാലത്തിലാണ് അദ്ദേഹം പൊലിഞ്ഞു പോയതെങ്കിലും ആ 76 വയസ്സുവരെയുള്ള ജീവിതം മഹത്തരമായിരുന്നു. അദ്ദേഹം ലക്ഷ്യം വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുകയും വളരുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഉയർന്ന നിലയിൽ പ്രശോഭിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വിടവാങ്ങാൻ കഴിഞ്ഞു. ഇനി ഞാൻ പ്രസംഗിക്കുന്നത് അധിക പ്രസംഗമായി പോവും എന്നതുകൊണ്ട് ചുരുക്കുന്നു. ഇവിടെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സ്നേഹ അഭിവാദ്യങ്ങൾ. Now I invite Senior Advocate K. Gopalakrishna Kurp, Advocate General, Kerala, for delivering a speech. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അനിൽ എസ് രാജ്, എറണാകുളം ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ്, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ബഹുമാന്യായ ജസ്റ്റിസ് അനു ശിവരാമൻ, അനുസ്മരണ പ്രസംഗം നടത്തിയ ബഹുമാന്യായ ഉപലോകായുക്ത ശ്രീ ബാബു മാത്യു പി ജോസഫ്, ശ്രീ ടി എ ഷാജി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, ശ്രീ ജോയ്വിൻ മാത്യു, സൺ ഓഫ് ലേറ്റ് എം എം മാത്യു, എം എം മാത്യുവിൻ്റെ കുടുംബാംഗങ്ങൾ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ഗ്രേഷ്യസ് കുര്യാക്കോസ്, എറണാകുളം ബാർ അസോസിയേഷനിലെ അംഗങ്ങളായ അഭിഭാഷക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, എം എം മാത്യു നമ്മളെ വിട്ടുപിരിഞ്ഞ് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് ശേഷം ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള സാമീപ്യവും സൗഹൃദവുമൊക്കെ ഏതാണ്ട് 25 വർഷങ്ങളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഞാൻ എറണാകുളത്ത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാനെത്തുന്നത് മുതൽ അദ്ദേഹം മരിക്കുന്നതുവരെ ആ സൗഹൃദം നിലനിർത്തുന്നതിനും കാത്തുസൂക്ഷിക്കുന്നതിനും കഴിഞ്ഞു. അനുസ്മരണ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടിയായ ബഹുമാന്യായ ശ്രീ ബാബു മാത്യു ജോസഫ് സൂചിപ്പിച്ചതുപോലെ അഭിഭാഷക വൃത്തിയിലെത്തുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരന്മാരുടെ പോലെ തന്നെ താൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തതയോടുകൂടി ആളുകളോട് പറയുന്നതിനും ആ ആശയങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനും പൊരുതുന്നതിനുമൊക്കെ തയ്യാറായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയായി അദ്ദേഹം അഭിഭാഷക രംഗത്തെത്തുന്നത്. ആ നിലയ്ക്ക് അഭിഭാഷകൻ എന്നുള്ളതിലുപരി ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ, ഉത്തരവാദപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എറണാകുളം നഗരത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത
എത്രമാത്രമുണ്ടെന്നുള്ളത് എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ ബാബു മാത്യു ജോസഫിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതുപോലെ തന്നെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ജില്ലാ കോടതികളിലായിരുന്നാലും ഹൈക്കോടതിയിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്നതിനും അത് മനസ്സിലാക്കുന്നതിനുമൊക്കെ എനിക്ക് സാധിക്കുന്നതിനിട വന്നിട്ടുണ്ട്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമെന്നുള്ള നിലയിൽ 2 ഘട്ടങ്ങളിലായി കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഹൈക്കോടതിയിലെ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലത്തും ഏതാണ്ട് ഒരു ചെറിയ കാലത്തേക്കെങ്കിലും 1999 മുതൽ 2001 വരെയുള്ള കാലത്ത് അദ്ദേഹത്തോടൊപ്പം ആ നിലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മുടെ ചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ശ്രീമതി ജസ്റ്റിസ് അനു ശിവരാമൻ സൂചിപ്പിച്ചതുപോലെ വളരെ സൗഹൃദത്തോടുകൂടി, ചിരിക്കുന്ന മുഖത്തോടുകൂടി സുഹൃത്തുക്കളെ വരവേൽക്കുകയും സംസാരിക്കുകയും ആ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിലും എന്നും കാണിച്ചിരുന്ന ആ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സവിശേഷത നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഓരോ സമയത്തും ഒരു സഹോദര നിർവിശേഷമായ സ്നേഹത്തോടുകൂടി നമ്മളെ സമീപിക്കുകയും നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അദ്ദേഹം കാണിച്ചിരുന്ന ശ്രദ്ധ മറക്കാൻ കഴിയില്ല. എല്ലാ കാലത്തും, ഒരു കാലത്തും ആ ഉണ്ടായിരുന്ന സൗഹൃദത്തിന് ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ മരണം വരെ ആ സൗഹൃദത്തിൻ്റെ കാര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന്, തുടർന്നു കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിനെന്നും സാധിച്ചിരുന്നു. അതിലുപരി ഒരു സർക്കാർ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യതയോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി പരാതികൾക്ക് ഇട നൽകാത്ത രീതിയിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് കൂടാതെ ഈ മുൻപ് പറഞ്ഞതുപോലെ ഈ തൻ്റെ വിശ്വാസങ്ങൾക്കനുസരമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വിചാരണ കൂടാതെ നീണ്ടകാലം ജയിൽവാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് ആ കാലത്ത് അദ്ദേഹത്തെ തടങ്കലിലാക്കുന്ന, അടിയന്തരാവസ്ഥക്കാലത്ത് തടവനുഭവിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ആ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായി ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ സമയത്ത് ഇന്ന് അഭിഭാഷക രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം പലപ്പോഴും അഭിഭാഷകരെന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അഭിഭാഷക രംഗത്തുണ്ടായിരുന്ന, സജീവമായ അഭിഭാഷക രംഗത്തുണ്ടായിരുന്ന പല പ്രമുഖരും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മുമ്പോട്ടുള്ള കാലങ്ങളിൽ, ഈ വർത്തമാനകാലത്തൊക്കെ അത്ര ആ കാലങ്ങളിൽ, മുൻകാലങ്ങളിൽ അഭിഭാഷക രംഗത്തുള്ളവരും ഈ പൊതുരംഗത്ത് അത്തരം കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ എത്ര തീവ്രമായി നടത്തുന്നുണ്ട്, എത്ര കാര്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ശ്രീ മാത്യുവിനെ അനുസ്മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലകളിലെല്ലാം അദ്ദേഹം നടത്തിയ സ്തുത്യർഹമായ ആ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. Now I invite Senior Advocate T.A. Shaji, Sir, Advocate Director General of Prosecution, to deliver his speech. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അനിൽ ലസ്രാജ്, ജസ്റ്റിസ് അനു ശിവരാമൻ, ലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണൻ കുറുപ്പ്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗ്രേഷ്യസ് കുര്യാക്കോസ്, ശ്രീ സയ്യിദ് മുഹമ്മദ് മാത്യു സാറിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, ശ്രീ ജോയ് മാത്യു സാറിൻ്റെ മകൻ ജോയ്വിൻ മാത്യു,
മാത്യു സാറിൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ, ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 മിനിറ്റ് വീതം കടം വാങ്ങിയാണ് ലോകായുക്ത ശ്രീ ബാബു മാത്യു ജോസഫ് സംസാരിച്ചത്. സാധാരണ അദ്ദേഹം കുറേ കൂടെ നീട്ടി സംസാരിക്കുന്നതാണ്. പക്ഷേ ഇത്ര വളരെ ചുരുക്കത്തിൽ മാത്യു സാറിൻ്റെ ഒരു പിന്നെ ജീവചരിത്രം വളരെ ശക്തിയായും വളരെ ഫോർമലായും ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ പറയുന്നത് അധികപ്പറ്റാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം, ഈ മാത്യു സാറിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചൊരു ലഘുചിത്രം അവതരിപ്പിച്ച വളരെ ഗൗരവമുള്ള, വളരെ സോളമായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി മാത്യു സാറിനെ അവതരിപ്പിച്ചു. എനിക്കിതിൽ നിന്ന് ഒരു വ്യത്യാസം, നിങ്ങൾ മറ്റാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ മാത്യു സാറിൻ്റെ, നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു, ഞാൻ മാത്യു സാറിൻ്റെ ജൂനിയറായിട്ടാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വന്നത്. എനിക്ക് മാത്യു സാറിനെ നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും. മാത്യു സാറ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാന മാത്യു സാറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇത്ര ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോഴും യാതൊരുവിധ ഫോർമാലിറ്റിയും ഇല്ലാതെ വളരെ ലാളിത്യത്തോടുകൂടെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ഇത്രമാത്രം ഗൗരവമുള്ളൊരു കാര്യമാണോ താൻ ചെയ്യുന്നത് എന്ന് മറ്റൊരുത്തരും തോന്നാത്ത തരത്തിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ, ഇപ്പം എനിക്കറിയാം ഇവിടെയുള്ള പല മുഖങ്ങളും മാത്യു സാറിൻ്റെ വളരെ അടുത്ത, മാത്യു സാറുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളുകളാണ്. എല്ലാ മുഹമ്മദ് നസീറൊക്കെ ഉണ്ട്, അവരൊക്കെ വലിയ കമ്പനിയാണ്. മാത്യു സാറിന് ആരും അങ്ങനെ, എല്ലാ ആളുകളും മാത്യു സാറിൻ്റെ സുഹൃത്തുക്കളാണ്, എല്ലാ ആളുകളും മാത്യു സാറിൻ്റെ കമ്പനിയാണ്. മാത്യു സാർ ഒരു കാര്യം പോലും അതീവ ഗൗരവം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാത്യു സാറിനൊരു പിന്നെ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയക് ഡിസീസ് വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം ഇത്രമാത്രം ലളിതമായ ജീവിതത്തെ കണ്ടിട്ടുള്ള, ഇത്രമാത്രം പിന്നെ എന്താ പറയുക, നർമ്മത്തോടുകൂടെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ പിന്നെ ഏത് കൊച്ചു കുട്ടിയോടും അതുപോലെ ഏറ്റവും വലിയ ആളോട്, ഇപ്പോൾ അദ്ദേഹം പ്രോസിക്യൂഷൻ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് ആയിരുന്നു. ആ സമയത്ത് ഞാനും അദ്ദേഹം ഒരുമിച്ച് അന്നത്തെ DGP ആയിരുന്ന വളരെ മാന്യനായിട്ടുള്ള രാജഗോപാൽ നാരായണൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഈ രാജഗോപാൽ, അന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് രാജഗോപാൽ നാരായണനോട് എങ്ങനെയാണോ അദ്ദേഹം സംവദിക്കുന്നത്, അതുപോലെ തന്നെ ഒരു സാധാരണ കോൺസ്റ്റബിളിനോടും സംവദിക്കും. അതാണ് അദ്ദേഹത്തിലെ മനുഷ്യൻ, ആ മനുഷ്യത്വം. ഒരു വ്യക്തി എല്ലാ കാര്യം, മാത്യു സാറ് ഈ ഏറ്റവും താഴെ തലത്ത് തുടങ്ങി ഏറ്റവും മുകളിലത്തെ, ഇപ്പോൾ ആര് ചെന്നൊരു കാര്യം പറഞ്ഞാലും മാത്യു സാറിനെ കൊണ്ട് സഹായിക്കാവുന്ന കാര്യം മാത്യു സാറ് ചെയ്തിരിക്കും. അതെത്രയോ അനുഭവം എനിക്കുണ്ട്. അത് മാത്രമല്ല, അത് ചെയ്യുന്ന ഒരു രീതി എന്തുമാത്രം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കളക്ടറെ വിളിച്ചിട്ടൊരു കാര്യം പറയണം, ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ നമുക്ക് ഫോണിലൊക്കെ വിളിച്ച് കളക്ടറോട് പറയാനോ മറ്റാളുടെ അടുത്ത് പറയാനോ ഒക്കെ സ്വാതന്ത്ര്യമൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ. അക്കാലത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരാൾക്കൊരു പിന്നെ ന്യായമായൊരു കാര്യം ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനെയും ഫോണിൽ വിളിക്കുന്നതിന് തടസ്സമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അതിന് ഇപ്പോൾ കളക്ടറെ വിളിച്ചൊരു കാര്യം പറയണം, മാത്യു സാറ് കളക്ടറെ വിളിക്കും. മാത്യു സാറ് ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചാൽ ചിലപ്പോൾ കളക്ടർ അവിടെ ഉണ്ടാവില്ല. അപ്പം സാറിനില്ല, കളക്ടർ വിളിച്ചു ഉണ്ടായില്ല, ഞാൻ പിന്നെ പറയുന്നതല്ല മാത്യു സാർ പിന്നെ അവിടെ ആരുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ. ആ ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെ നടത്തിയെടുക്കാം എന്നറിയാം. എത്രയോ കാര്യങ്ങൾ പല ആളുകളുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലും, എസ്പെഷ്യലി സാധാരണക്കാർ ഈ പിന്നെ മെയ് ജൂൺ മാസങ്ങളിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവിടെ ഓഫീസിൽ പട്ടാളം പോലെ ആളാണ്. അതായത് ഈ കത്തോലിക്ക സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധം, നല്ല അടുത്ത പുരുഷകാരായിരിക്കുമ്പോൾ തന്നെ കത്തോലിക്ക സഭയുമായിട്ട് ഇത്ര അടുപ്പം പുലർത്തിയിട്ടുള്ള ആളാണ്. എത്രയോ മഠങ്ങളിൽ ഞാൻ മാത്സാർക്ക് പോയി ഭക്ഷണം കഴിക്കുന്നു. എന്ന് മാത്രമല്ല, അത് വേറൊരു കാര്യമുണ്ട്, കത്തോലിക്ക സഭയുമായിട്ടുള്ള അടുപ്പം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരായ സമൂഹത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെയാണ്. ഇതിന് മാനേജ്മെന്റ് കോട്ടയിൽ ഈ ഒപ്പിട്ട പിന്നെ കൺസേൺഡ് മാനേജർ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ ഒപ്പിട്ട കാർഡ് കയ്യിൽ വെച്ചിരിക്കും. എന്നിട്ട് മാത്യു സാറിൻ്റെ അടുത്താണ് കൊണ്ടുവന്നിട്ട് അപേക്ഷ കൊടുക്കുന്നത്. ഈ അപേക്ഷയിൽ തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അല്ലെ സമൂഹത്തിൽ ഏറ്റവും താഴെ ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ, അവരെ തിരഞ്ഞെടുത്ത് എത്രയോ അടുക്കളയ്ക്ക് അപേക്ഷ ഉണ്ടാവും. അവിടെ കൊടുക്കുന്ന അപേക്ഷയുടെ കോപ്പി മാത്യു സാറിന് എടുത്തുകൊണ്ട് കൊടുക്കും. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് എന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ മാത്യു സാറിനെ പോയി ഉണ്ടാകുമെന്ന് പറയും. അവിടെ ഒരു കത്തുമായിട്ട് അവിടെ വരും. ഇതിനെടുത്ത് വെച്ചിട്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ കാണുന്നത് എത്രയോ അനുഭവം നമുക്കുണ്ട്. മാത്യു സാറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്കെല്ലാം വളരെ ബോധ്യം. മുമ്പ് ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നോക്കിയില്ല, ഒരാളൊരു കാര്യം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ പോലും എനിക്ക് അറിയാം, ഇല്ലെങ്കിലും ഒരു പരിചയം ഇല്ലെങ്കിലും മാത്യു സാറ് പരിചയം ഉണ്ടാക്കി നടത്തി കൊടുക്കും. അത്രയ്ക്ക് വളരെ വളരെ സിമ്പിളായിട്ടുള്ള, എത്രയും കാരുണ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ ഇറങ്ങാം. ഒരുപക്ഷെ ആളുകൾ ആ രീതിയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ലെങ്കിൽ പോലും
അദ്ദേഹത്തിൻ്റെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യവും സഹായവും ലഭിക്കാത്ത ആളുകൾ അഭിഭാഷക സമൂഹത്തിൽ മാത്രമല്ല, നല്ല സുഹൃത്തുക്കൾ മാത്രമല്ല, അത് സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ. ഇപ്പം ബാബൻ സാർ ഒരു കാര്യം പറഞ്ഞു, മാത്യു സാറിൻ്റെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലും വളരെ ബോൾഡായിരുന്നു. ഇതുപോലെ ഒരു പ്രോസിക്യൂട്ടർ ഈ പ്രോസിക്യൂട്ടർ ഡെഫിനേഷനൊക്കെ ഞാൻ മാത്യു സാറിൻ്റെ അടുത്താണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ബാബു മാത്യു സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു എന്നോടൊരു ആത്മഹത്യാ പ്രേരണയാണെന്നാണ് ഞങ്ങൾ പണ്ടത്തെ സ്ഥിതിയൊന്നുമല്ല ഇപ്പോഴുള്ളത്. അങ്ങനെ ഒന്നും പരസ്യമായിട്ട് കൺസീഡ് ചെയ്യാനൊന്നും ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കൂല. എങ്കിലും മാത്യു സാറിൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ ഇംബൈബ് ചെയ്തിട്ടുണ്ട്. അത് ബാബു മാത്യു സാറ് പറഞ്ഞ ആ കാര്യവും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് മാത്യു സാർ ചെയ്യുന്ന രീതിയിൽ ഇന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് മാത്യു സാറിൻ്റെ ഇതുപോലെ ഈ വളരെ ഉചിതമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. അദ്ദേഹം ഇപ്പോഴും 9 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖവും വളരെ ജോവിയലായിട്ടുള്ള ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. വളരെ രസകരമായ, എത്രയോ ഒരു സായാഹ്നം മുഴുവൻ രസകരമാക്കാൻ പറ്റുന്ന ഒരുപാട് കഥകൾ, വളരെ രസകരമായ കഥകൾ. ഞാൻ ഒരു ചെറിയ കഥ മാത്രം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിയുടെ ഒരു കാര്യം പറയാം. ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയൻ്റെ നേതാവായിരുന്നു അദ്ദേഹം എന്ന് ബാബുവൻ സാർ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ 2 യൂണിയനുകളുണ്ട് ഇവിടെ, 2 റൈവൽ യൂണിയനുകൾ. അപ്പോൾ ഒരു യൂണിയൻ്റെ നേതാവ് വന്ന് പ്രസംഗിക്കുക. അദ്ദേഹം ചോദിച്ചു, MM മാത്യുവിന് ധൈര്യമുണ്ടെങ്കിൽ ഈ മൈക്കിന് മുമ്പ് ഒന്നും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു റൈവൽ ട്രേഡ് യൂണിയൻ നേതാവ് പ്രസംഗിച്ചു. മാത്യു സാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മാത്യു സാർ നേരെ അങ്ങ് ചെന്നാൽ മൈക്കിങ് വാങ്ങിച്ചു. 1 മണിക്കൂർ അവിടെ നിന്ന് പ്രസംഗിച്ചു. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ, ഈ വെല്ലുവിളിക്കുമ്പോൾ വല്ല ഇന്ദിരാഗാന്ധിയോ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ വിളിക്കുക, ഇവിടെ നിൽക്കുന്ന ആളുകളെ വെല്ലുവിളിക്കരുത് എന്ന്. അത്ര രസകരമായ ഒരുപാട് സംഭവങ്ങൾ മാത്യു സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ അവസാനിക്കുന്നു. എല്ലാവർക്കും Now I invite Senior Advocate Gracious Kuriakose sir, Additional DGP, for delivering his speech. യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ അനിൽ, ബഹുമാന്യായ ജസ്റ്റിസ് അനു ശിവരാമൻ, വേദിയിലെ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മാത്യു സാറിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് യാതൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. എത്ര ഷോർട്ട് നോട്ടീസാണെങ്കിലും ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് അദ്ദേഹം മരിച്ച് 9 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ പലരുടെ മനസ്സിലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, എന്തേ ഇത്ര വൈകിയത്? മാത്യു സാറിനെ പോലുള്ള ഒരാളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാൻ അദ്ദേഹം ദീർഘകാലം ബന്ധപ്പെട്ടിരുന്ന എറണാകുളം ബാർ അസോസിയേഷൻ ഭാരവാഹികൾ എന്തേ വൈകി എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നതും ഞാൻ കേട്ടു. പക്ഷേ ഞാനതിനെ പോസിറ്റീവായിട്ട് മറ്റൊരു തരത്തിലാണ് കാണാൻ ശ്രമിക്കുന്നത്. 9 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ നമ്മളാരും മറന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സജീവമായി തന്നെ, ഫോട്ടോയിൽ കാണുന്ന എന്നേക്കാൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖത്തോടുകൂടി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹമുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഏത് നിലയ്ക്കും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മളെ അസോസിയേഷൻ ഹാളിൽ അനാച്ഛാദനം ചെയ്യാനും ഈ അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ കാണിച്ച ഔചിത്യത്തെയും ഞാൻ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ അസോസിയേഷൻ പ്രസിഡൻറ്റിനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. മാത്യു സാറിനെക്കുറിച്ചുള്ള സ്മരണകൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാവരും വളരെ ദീർഘമായിട്ടും സരസമായിട്ടും അവതരിപ്പിച്ചു. എനിക്കും ധാരാളം സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ സ്നേഹത്തിൻ്റെയും സൗമനസ്യത്തിൻ്റെയും എല്ലാം ധാരാളം അനുഭവങ്ങൾ എനിക്കുമുണ്ട്. അതെല്ലാം പറയാനുള്ള ഒരു അവസരമായിട്ട് ഞാനിത് കാണുന്നില്ല, കാരണം നമ്മളുടെ ടൈം ഷെഡ്യൂളും കൂടി കീപ്പ് ചെയ്യണം. എങ്കിലും ഞാൻ ഒരൊറ്റ കാര്യം മാത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന കാലത്ത് 5 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവൺമെൻറ് ലീഡറായിട്ട് പ്രോസിക്യൂട്ടറായിട്ട്
പ്രവർത്തിച്ചിരുന്നു. ആ കാലത്തും അതിന് ശേഷവും അതിനു മുമ്പും ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, താനുമായി ഇടപെടുന്ന ആൾക്കാർ, എത്ര വലിയ ആൾക്കാരാവട്ടെ ചെറിയ ആൾക്കാരാവട്ടെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, എല്ലാവരോടും സമഭാവനയോടുകൂടി ഒരേപോലെ വളരെ കോർഡിയലായിട്ട് ഇടപെടുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആൾക്കാർ ചെറുതായി കാണുമെന്നോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുമെന്നോ യാതൊരു പേടിയുമില്ലാതെ എല്ലാവരെയും പേരെടുത്ത് വിളിക്കുകയും സൗഹൃദത്തോടുകൂടി പെരുമാറുകയും ആവശ്യങ്ങളിൽ കഴിയാവുന്ന രീതിയിലെല്ലാം സഹായിക്കുകയും ചെയ്തിരുന്ന ആ മാത്യു സാറിനെയാണ് എനിക്ക് എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ളതും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുള്ളതും. ഇപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് ഇരുന്ന ആ പദവി അലങ്കരിക്കാൻ എനിക്ക് കിട്ടിയ അവസരം ഒരു ബഹുമതിയായിട്ട് ഞാൻ കാണുകയും, മഹാന്മാരെ ബഹുമാനിക്കുന്നതിന് ഏറ്റവും നല്ല കാര്യം അവരെ അനുകരിക്കുകയാണെന്ന് ആരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം വ്യക്തികളോട് ഇടപെട്ടിരുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളും അനുകരിക്കാൻ ഞാനിപ്പോൾ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനവും അദ്ദേഹത്തെ ഏറ്റവും നല്ല രീതിയിൽ അനുകരിക്കുന്നതാണ് എന്നുള്ള ആ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത് കഴിയുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് വളരെ കാലത്തിന് ശേഷം ഇതേപോലെ ഒരു കൂട്ടായ്മ, സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ വക്കീലന്മാർ വൈകുന്നേരമായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചേരാനാണ് വ്യഗ്രത കാണിക്കാറ്. പക്ഷേ മാത്യു സാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ ഹാള് നിറഞ്ഞ്, നമ്മളെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെയും ഒക്കെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേരാൻ ഇടയായത് മാത്യു സാറിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. അതേപോലെ ഏറെക്കാലത്തിന് ശേഷം മാത്യു സാറിൻ്റെ കുടുംബാംഗങ്ങളെ, ജോയ്വിൻ, ടീന അടക്കം, ഷെറിൻ, കുട്ടൻ, മാത്യു സാറിൻ്റെ സഹധർമ്മിണി, കൊച്ചുമക്കൾ എല്ലാവരെയും കാണാനുള്ള ഒരു അവസരവും കൂടി ഇതും കൊണ്ടുണ്ടായി. അതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന നമ്മളെ നസീർ സാറ്, മുണ്ടാടൻ, സെയ്ദ് മുഹമ്മദ് സാറ്, ഇങ്ങനെ ധാരാളം ആൾക്കാർ, പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരല്ലാത്ത എല്ലാവരും. അത് മാത്യു സാറിൻ്റെ ഒരു പ്രത്യേക കഴിവായിരുന്നു. ഓരോരുത്തരും തോന്നുക താനാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ആൾ. അങ്ങനെ ഒരു മനോഭാവം ഓരോരുത്തരിലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഞാൻ കരുതും മാത്യു സാറിന് ഏറ്റവും അടുത്ത ആൾ ഞാനാണെന്ന്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെയുള്ള ഒരു വലിയ സൗഹൃദ വലയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ആ മാത്യു സാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I invite Sheikh Mohammed Sir, Judicial Member, Kapa, to deliver his speech. എല്ലാവർക്കും, ഞാൻ ആ നോട്ടീസ് കണ്ടപ്പോൾ 5 മിനിറ്റൊക്കെയാണ് എല്ലാവർക്കും അനുഭവിച്ചിട്ടുള്ളത് കണ്ടത്. ഇപ്പം ഈ യോഗത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ സ്നേഹസാഗരത്തിൻ്റെ തിരമാല ഇവിടെ തലോടൽ അവസാനിച്ചിട്ട് 9 വർഷമാകുകയാണ്. ഞങ്ങളൊക്കെ തമ്മിലുള്ള ആ അടുപ്പവും സ്നേഹവും ഒക്കെ പറഞ്ഞ ഒരു ചെറിയ കാര്യം ഓർത്തു പോകും. 2006 ഗവൺമെൻറ് ബിൽഡർമാരുടെ ലിസ്റ്റ് വരികയാണ്. ഞാനൊരു ചെറിയ ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഗവൺമെൻറ് ബിൽഡർമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിലൊരു AK സെയ്ദ് മുഹമ്മദ് കിടക്കുന്നുണ്ട്. അപ്പോൾ മാത്യു സാറ് പറയുക, ഏത് സെയ്ദ് മുഹമ്മദ്, എവിടുത്തെ സെയ്ദ് മുഹമ്മദ്, ഞാനീ സെയ്ദ് മുഹമ്മദിനെ ഒന്നും അറിയില്ലല്ലോ എന്ന് പറയുകയാണ്. ഞാനന്ന് അവിഭക്ത കോൺഗ്രസ് എസിൻ്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, AICC മെമ്പറാണ്, KPCC അംഗമാണ്, അറിയപ്പെടുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനാണ്. മാത്യു സാറിനെ അറിയാഞ്ഞിട്ടല്ല. മാത്യു സാർ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെവിയിൽ വന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞ്, എടാ അത്രയും പോരെ എന്ന് പറയുന്ന അന്ന് അത് ഞങ്ങൾ പരിചയപ്പെടുന്നൊരു ഘട്ടമാണപ്പോൾ. അപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞുള്ള വർഷങ്ങൾ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള സ്നേഹം, ആ കരുതൽ
അത് മറക്കാൻ പറ്റില്ല. അതുപോലെ ആ കുടുംബമായിട്ടുള്ള ബന്ധം അത് മറക്കാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പദം തന്നെ ഉപയോഗിച്ചത്. ആ സ്നേഹസാഗര തിരമാലയുടെ തലോടൽ അവസാനിച്ചിട്ട് 9 വർഷം എന്ന് പറയാൻ കാരണം അത് എന്നെ പുയ്യാപ്പിളാന്ന് വിളിക്കുക. മാത്യു സാറിൻ്റെ ഭാര്യയ്ക്കറിയാം. ഫോൺ വിളിച്ചാൽ അതാരാ പുയ്യാപ്പിളയാണോ വിളിക്കുന്നത് ചോദിക്കും. മാസാറിൻ്റെ വൈഫിനോട് ചോദിക്കും പുതിയാപ്പിളയാണോ എന്നാണ് ചോദിക്കുക. അത്ര ഊഷ്മളമായ ബന്ധമായിരുന്നു. ഇവിടെ ജസ്റ്റിസ് ബാബു മാത്യു സാറ് അദ്ദേഹത്തിൻ്റെ CITUവിൻ്റെയും തൊഴിലാളി യൂണിയൻ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയൊക്കെ കുറിച്ച് പറഞ്ഞു. അത് മാത്യു സാർ എന്ന ആ വലിയ മനുഷ്യൻ്റെ നാണയത്തിൻ്റെ ഒരു വശമാണ്. അതിൻ്റെ ഇപ്പുറത്തൊരു മറുവശമുണ്ട്. അത് സ്വന്തം കൂട്ടുകാരോടും പ്രവർത്തകരോടും നൽകുന്ന സ്നേഹവും കരുതലും തന്നെയാണ്. ആ സ്നേഹവും കരുതലും ഒക്കെ വളരെ ദീർഘകാലം അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നസീർ ഇവിടെ ഇരിപ്പുണ്ട്, പ്രമോദൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ മുണ്ടാടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ ആ സ്നേഹക്കരുതൽ അനുഭവിച്ച ആ ആളുകളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് മാത്യു സാറിനെ സ്മരിക്കുക എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തെ ഒന്നുകൂടി ഹൃദയത്തോട് ചേർക്കുക എന്നുള്ളത് കൂടിയാണ്. ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ 96 മുതൽ ഞാൻ 6 വർഷം ഗവൺമെൻറ് ബിൽഡറായിരുന്നു. കല്ലട സാറും ഒരുമിച്ച് ക്രിമിനൽ ജുറിസ്ഡിക്ഷൻ നോക്കിയിരുന്നത് കല്ലട സാറും ഞാനും ഒക്കെ തന്നെയായിരുന്നു. ആ സമയത്ത് മാത്യു സാർ അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനാണ്. ആ പ്രോസിക്യൂഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ നിയമകാര്യങ്ങളോ നോക്കുന്നതിനേക്കാളൊക്കെ ഉപരിയുള്ള ഒരു സ്നേഹ സാഗരത്തിൻ്റെ ഒരു വലിയ മനുഷ്യനായിരുന്നു മാത്യു സാറെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആ ഒരു ജാടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു ഇതോ ഒന്നുമില്ല. വളരെ പച്ചയായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. വാസ്തവത്തിൽ മാത്യു സാറിൻ്റെ വിയോഗം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു അന്ന്. പക്ഷേ ഇത്ര 9 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹം എപ്പോഴും നമ്മുടെ തൊട്ടടുത്തുണ്ട്. പുതിയാപ്പിളെ എന്ന് വിളിച്ച് എൻ്റെ അടുത്തുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പോൾ ആ സ്നേഹബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരാളെ സ്മരിക്കുമ്പോൾ ആ സ്മരണയ്ക്ക് അത്രയ്ക്ക് തീവ്രതയും ഗാഠതയും ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ അത്തരം ഒരാൾ നമ്മെ വിട്ടുപോയെങ്കിലും ഇന്ന് നമ്മെ ഇപ്പോഴും മാത്യു സാറ് വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ സ്നേഹവും അത് തന്നെ പറയുന്നു എന്നുള്ളതാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. കാരണം മാത്യു സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിനെ ഓർക്കാനും സ്നേഹിക്കാനും മാത്രമേ ഇനിയും നമുക്ക് കഴിയുള്ളൂ. അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിന് നല്ലത് അവിടെ പരലോകം എന്നുള്ള ഒരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ചുരുക്കം വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക് ജോവിൻ ഇവിടെ ഉണ്ടോ? ജോവിൻ ഇതിട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ജോവിൻ ഇവിടെ ഡൽഹിയിലല്ലേ ഇപ്പോൾ? അപ്പോൾ ഈ മക്കളെയും അതുപോലെ ടീനെയും മക്കളെയും നിങ്ങളെല്ലാവരെയും മരുമക്കളെയും ഭാര്യയും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇവരെയൊക്കെ എപ്പോഴും കാണാൻ കിട്ടുന്ന ആളുകളല്ല. അവരൊക്കെ ഓരോ സ്ഥലത്ത് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ആ വലിയ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ നമ്മളൊക്കെ ഒത്തുചേർന്നിരിക്കുന്നു. ഒരു കുടുംബം പോലെ ഒത്തുചേർന്നിരിക്കുന്നു. ആ ഒത്തുചേർമ്മയിൽ നിങ്ങളോടൊപ്പം ഞാനും ഭാഗഭാക്കാകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Now I invite Jovin Matthew sir for sharing few words about M.M. Matthew sir. ഞാൻ മറ്റുള്ളവർ സംസാരിച്ച പോലെ മലയാളത്തിലായിരിക്കില്ല, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. എൻ്റെ ഇംഗ്ലീഷ് വാക്കുകളിൽ ചിലപ്പോൾ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ
ചില തെറ്റുകൾ കണ്ടുപിടിക്കുമായിരുന്നു. ഡാഡി ഗ്രാമറിൻ്റെ കാര്യത്തിൽ വളരെ പർട്ടിക്കുലറായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ, ഫസ്റ്റ് ഓഫ് ഓൾ, I'd like to thank each and every one of you who has made it a point to join us despite it being a Monday, a busy Monday for all of you. I'd like to thank firstly Advocate Anil S. Raj, who took it upon himself to organize this event. He made it his mission to make this evening happen. So thank you for that. I also want to thank the various speakers here. Firstly, I'd like to thank Honorable Justice Madam Anu Shivaraman for officiating the function. And thank you for your remarks about my father. I'd like to thank Honorable Justice Babu P. Matthew, who is also my first cousin. The intensity with which he spoke about my father, Advocate M. Matthew, brings about a lot of emotions, because I knew him as someone who I used to discuss books with, discuss politics with. He never spoke to me about things he did for others. He always spoke about things I should achieve. He always made me feel as if there was never a mountain which was too high to climb. I can tell you, there were many instances when I used to doubt myself. But it was always Daddy's smiling, reassuring way which used to make me think, maybe there is a possibility. Maybe there is a way that things can be moved forward. So thank you, Justice Babu P. Matthew, for those words. It brings back a lot of memories. And I'm sure in the coming days I shall be thinking about some of the events in the past which Justice Babu P. Matthew described to this audience. I'd like to thank Senior Advocate and the Advocate General for the State of Kerala, Shri Gopala Krishna Kurup, for making the time, despite his very busy schedule, to speak and join this occasion. It is a testament to his friendship with Advocate M. Matthew that he found it in his busy schedule to be with us and speak on this occasion. Thank you for that. Senior Advocate T.A. Shaji, who I remember, I was sitting in the back row there, and I was thinking, when was the first time I saw Shaji sir? I remember maybe I was 6 or 7 years old, and I remember my father speaking to Shaji sir. And I remember what I was thinking then. I was thinking, how much longer is he going to speak to Shaji sir? Because I was hungry. I was thinking, my thought was, as soon as this finishes, maybe we can go. But as many of you know, Advocate M. Matthew had a way with people. He always had something more to say, and in the most reassuring, the most convivial manner. So, Shaji sir, thank you for those kind words. We have in our midst the Additional Director General of Prosecution, Shri Gracious Kyriakos. Thank you, sir, for your reflections on your associations with him. Then, I also want to Advocate Sayyid Muhammad. Within our family, he is considered to be one of us. Such is the intensity which he has demonstrated his friendship towards our family, even after my father's passing. I think in many ways, when we think about what it is that one achieves, a legacy, that is what Advocate M. Matthew has achieved.
a legacy is etched in the mind, etched in the minds of others and the stories that they say about you. And when I think about that, hasn't Advocate Matthew achieved much? The fact that even after 9 years of his passing, we are celebrating his life and his achievements is a true testament to the many virtues of Advocate Matthew. The 3rd of October 2021 marked the 9th year of his passing. For me, Advocate Matthew was not just my father, he was my best friend. It brings the fact that I get to speak in this audience itself brings me brings about mixed emotions. So when I think about my father, Advocate Matthew, I think about his way with people. As many of you have described, he had a way. I forget the poem by Rudyard Kipling, where if you could speak to kings and the common man as one, that's what made you a man. That was his way. No matter who he had dealt with, he looked them straight in the eye and spoke man to man. No one was too big, no person was too small. For him, everyone was a human being. Everyone had every person that came to him left feeling reassured. I've seen total strangers come up to him and ask him for help. He would then make it his cause to ensure that he did everything in his powers. If he was not able to help them, what he would do was he'll at least reassure them. His empathy and his ability to understand the plight of others is something which I always wish to emulate. Another virtue of my father was that, you could be, and I think some of you have described that quality of his. You could be different, you could be many years below him in age. You could be coming from different vocations. You could be coming from political systems where your beliefs were diametrically opposite Advocate Matthew's. But he always had a way. He had always had a smile. He always had a way to get his point across in the most mischievous manner, one which never caused the other person to be offended. In fact, he might even win over them. I used to think that's a real virtue, because his beguiling charm brought people around him and brought people together. I'd like to end by saying that may we all remember Advocate Matthew's reassuring smile, his kind words, his way with people, and may some of those qualities be ones which would be within us too as we go about in our daily lives. Thank you once again to all of you for making this event a grand success. Thank you. Good evening all. It was my duty to deliver the vote of thanks, but Jovan sir have already delivered the vote of thanks. Once again, I thank everyone present here for gracing this occasion, and thank you all for coming here and gracing this occasion. Thank you. Now let's raise up for the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा
तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे।